ദേശീയ പതാക ഉയർത്തിയതുകൊണ്ടോ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും പ്രസിഡന്റും രാജ്യത്തെ അഭിസംബോധന ചെയ്തതുകൊണ്ടോ സൈനിക പരേഡ് നടത്തിയതുകൊണ്ടോ സ്വാതന്ത്ര്യ ദിനാഘോഷം പൂർണ്ണമാകുന്നില്ല. അടിസ്ഥാന വികസനത്തിന് സഹായിക്കുന്ന റോഡുകൾ, റെയിൽപാളങ്ങൾ, പോർട്ടുകൾ, എയർപോർട്ടുകൾ, ഫാക്ടറികൾ ഇത് നിർമ്മിച്ചു എന്നുള്ളത് കൊണ്ടും ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനാഘോഷം അർത്ഥവത്തായി തീരണമെന്നില്ല. അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചതുകൊണ്ടോ GDP വളർച്ചയുണ്ടായതുകൊണ്ടോ നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ തലത്തിലേക്ക് ഉയർന്നു എന്ന് പറയാനാവില്ല. ഒരു രാജ്യം സ്വതന്ത്രവും വികസിതവുമായി മാറുന്നത് ആ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ പരസ്പര ധാരണയും വിശ്വാസവും സഹകരണവും ഉറപ്പാക്കാൻ കഴിയുമ്പോഴാണ്. ഭരണഘടനാ മൂല്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആസ്വാദ്യകരമായി തീരുന്ന അവസരത്തിലാണ് ഒരു രാജ്യം സ്വതന്ത്രമായി മാറുന്നത്. രാജ്യത്തെ ആദിവാസികളും പിന്നോക്കക്കാരും പാവപ്പെട്ടവരും തൊഴിലാളികളുമെല്ലാം ഈ രാജ്യത്തെ ഏറ്റവും വിലയുള്ള പൗരന്മാരായി എന്നു മാറുന്നുവോ അന്നാണ് രാജ്യം സ്വതന്ത്രമായി എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുക. അതുപോലെ തന്നെ മതങ്ങളുടെ നാടായ നമ്മുടെ രാജ്യത്ത് എല്ലാ മതങ്ങളും തമ്മിലുള്ള പരസ്പര വിശ്വാസവും മതമൈത്രിയും എന്ന് യാഥാർത്ഥ്യമാകുന്നുവോ അന്നാണ് ആ രാജ്യം അർത്ഥവത്തായി സ്വാതന്ത്ര്യം ആഘോഷിക്കുവാൻ യോഗ്യത നേടുന്നത്. മതന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിതത്വ ചിന്തയുണ്ടാകുമ്പോൾ രാജ്യം സ്വതന്ത്രമായി എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം.